ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാർക്കുള്ള യാത്രയിലാണ്. മൂന്നാറിൽ എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അവിടെ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിന്ന് പോണ വഴിയിൽ നിർത്തിയിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. പക്ഷേ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നല്ല ബ്ലോക്കാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ എന്താണ് അവസ്ഥ എന്നറിയില്ല. അപ്പം ഞങ്ങൾ അധികം ആളുകൾ പോവാത്ത സ്ഥലത്തേക്ക് കൂടി കയറാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ആ വഴി കയറാനുള്ളൊരു പരിപാടിയാണ്. അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് പോണത്. അപ്പം നമ്മൾ പോണ വഴിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻട്രോ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ നീലക്കുറിഞ്ഞിയൊക്കെ പൂത്തതും അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതി മനോഹരമായ കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. കാരണം അവിടെ നിന്ന് നമ്മൾ ഇൻട്രോ എടുക്കാൻ പറ്റാത്ത കാരണം വെച്ചാൽ അവിടെ എന്താണ് അവസ്ഥ എന്നറിയില്ല. എല്ലാവരും പറയുന്നത് വെച്ചാൽ ഭയങ്കര ക്രൗഡാണ്. പിന്നെ അത് മാത്രമല്ല, അവിടെ ഇപ്പോൾ ടൈമുണ്ട്. നമ്മൾ രാവിലെ 6 മണി തുടങ്ങി 4 മണി വരെ അവിടെ കയറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പോകണവരൊക്കെ ഉണ്ടെങ്കിൽ അത് രാവിലെ തന്നെ പോവുക. നേരത്തെയൊക്കെ ചെന്നാൽ ചിലപ്പോൾ കയറാൻ പറ്റി നമുക്ക് കാണാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ക്രൗഡിൻ്റെ ഇടയിൽ പോയി എന്താ പറയുക, വലിയ സംഭവമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു കുറച്ച് തിരക്കില്ലാത്ത സമയത്ത് പോകണമായിരിക്കും നല്ലത്. ഞങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതേമാതിരി തിരക്കുണ്ടെന്ന് അറിയണത്. പക്ഷേ എങ്കിലും നമ്മൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ കള്ളിപ്പാറ നീലക്കുറിഞ്ഞി ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഇവർ 20 രൂപ ഫണ്ട് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫണ്ട് എടുക്കാതെ അല്ലെങ്കിൽ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാതെ പോരുന്നവരെ അവരൊരു ചെയിൻ പോലെ കുറച്ച് ചേച്ചിമാർ ഇങ്ങനെ വട്ടം നിന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇങ്ങനെ ഒരു കടത്തി വിടുള്ളൂ. പിന്നെ ഇതിനകത്ത് പറഞ്ഞാക്കണമെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരിൽ നിന്ന് 5000 രൂപ പിഴയുണ്ട്. അതുപോലെ നീലക്കുറിഞ്ഞി പറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. അത്തരക്കാരിൽ നിന്ന് 2000 രൂപ പിഴ. പിന്നെ അതുപോലെ തന്നെ 6:15 മുമ്പ്, അതായത് നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ 6:15 മുമ്പ് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് ഇങ്ങോട്ട് കയറുന്നതിനുള്ളൊരു പാസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ മെയിനായിട്ടുള്ള വഴി ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തേക്ക് കൂടി തന്നെ അത്യാവശ്യം വലിയ തിരക്കില്ലാത്തൊരു വഴിയാണ്. കള്ളിപ്പാറയിൽ നീലക്കുറിഞ്ഞി കാണാനുള്ള ഈ തിരക്കാണ്ട് ഈ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ കാണാൻ വേണ്ടി ഇവിടം വരെ വന്ന ഈ നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞ സംഭവം.
ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞി പൂത്തത് കാണാൻ വന്ന കാഴ്ചകൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ ഈ പല വീഡിയോകളിലും കാണാറുണ്ട് ഈ നീലക്കുറിഞ്ഞി പൂത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കംപ്ലീറ്റ് നീലക്കുറിഞ്ഞിയാണെന്ന് വിചാരിച്ച് ആരും വരരുത്. കാരണം ഇവരെടുക്കുന്നത് ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു ചെറിയ ചെടിയാണ്. അതും പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ ചെടി നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഈ എടുക്കുന്നവർ, അതായത് വീഡിയോ എടുക്കുന്നവർ ഇതിൻ്റെ ക്ലോസ് ഷോട്ടാണ് എടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇവിടെ കംപ്ലീറ്റ് നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുകയാണ് എന്ന് വിചാരിച്ചാണ് എല്ലാവരും വരുന്നത്. പക്ഷെ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളും അങ്ങനെ വിചാരിച്ചാണ് വന്നത്. കാരണം ഇതൊരു ചെടി പല സ്ഥലങ്ങളിൽ, അതായത് ഈ ചെടിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു 1.5 അടിയിൽ താഴെയാണ് ഈ ചെടിയുടെ ഹൈറ്റ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു പൂക്കളൊക്കെ അത്യാവശ്യം ഈ വെയിൽ കൊണ്ടാണോ എന്നറിയില്ല ഇങ്ങനെ കരിഞ്ഞിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊന്നും പൂക്കൾ അധികം ഇല്ല. പിന്നെ ഒരു ഭാഗത്ത് മാത്രമാണ് അധികം പൂക്കൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ എന്താ പറയുക ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിട്ട് എന്താ പറയുക ഭയങ്കര കംപ്ലീറ്റ് പോവാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വരും. പല ആളുകളും പറയുന്നത് കേട്ട് അയ്യോ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ ഇതാരും വീഡിയോയിൽ പറഞ്ഞും കേട്ടില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മളിത് അറിഞ്ഞിരിക്കണം, കാരണം ഇതാണ് സംഭവം എന്നുള്ളത്. കാരണം ഒരു ചെറിയ ചെറിയ ചെടികളാണ്, അതിൽ പൂക്കളുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പം എന്താ പറയുക, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാ വീഡിയോയും പറയുന്ന പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്കൊക്കെ ചെയ്ത് തന്നാൽ വളരെ സന്തോഷം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.